ഇന്ന് ഇതുവരെ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാവാത്തവർക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടെ നമ്മൾ ആദ്യം ചതച്ചിട്ടെടുക്കുക. ബീഫ് ബിരിയാണി ആയതുകൊണ്ടാണ് ഞാനിവിടെ ചെറുള്ളി ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചോറും ബീഫുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ ഉള്ളി സാധാ പോലെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, അതിനേക്കാൾ കുറച്ച് പുതിനയില, പിന്നെ 2 തക്കാളി ആണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ 1 കിലോ ബീഫിലേക്ക് 3 വലിയ ഉള്ളി, 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയായിട്ട് 2 ടീസ്പൂണ് ഗരം മസാല, 2 ടേബിൾ സ്പൂണ് തൈര്, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു പൗഡർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും. കുരുമുളകിന് പകരം നമ്മൾ ചതച്ചെടുക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിക്കൊപ്പം പച്ചമുളക് ചേർത്തിട്ട് ചതച്ചെടുത്താലും മതി. ഞാനപ്പോൾ പച്ചമുളക് ചേർക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ട് ഇനി വീണ്ടും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ സുർക്കയോ നിങ്ങൾക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ ചതവ് ചേർത്ത് കൊടുക്കാൻ മറന്നിരുന്നു, അതിപ്പോഴാട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേവിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 5 വിസിലായപ്പോഴാണ് വെന്ത് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചോറുണ്ടാക്കാനാണ് നോക്കുന്നത്. അതിനായിട്ട് ഓൾ സ്പൈസസ് വെള്ളത്തിലിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും ഓയിലും കൂടെ ചേർത്തിട്ട് തിളച്ച് വരുമ്പോൾ ചോറിട്ട് വറ്റിച്ചിട്ട് എടുക്കുക. അരി ഇട്ടിട്ട് വറ്റിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ അരി ഒരു അരമണിക്കൂർ കുതിർത്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളത്തിൽ എന്ന തോതിലാണ് ഞാൻ ചോറ് വറ്റിച്ചിട്ടെടുത്തിട്ടുള്ളത്. നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് നമ്മൾ ബീഫിൻ്റെ മുകളിലേക്കായിട്ട് ദം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവസാനം നമ്മൾ പൊരിച്ച് വെച്ച അണ്ടി, മുന്തിരി, ഉള്ളിയും പിന്നെ അത് പൊരിച്ചെടുത്ത ഓയിലും കൂടെ നമ്മൾ ചോറിന് മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ചോറിലേക്ക് ഇനി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം മല്ലിയില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം വലിച്ചു നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ സ്പീഡാക്കിയിട്ട് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബിരിയാണി തുറന്ന് നോക്കാവുന്നതാണ്. ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ബിരിയാണിയുടെ റൈസ് ഒന്ന് മാറ്റി കൊടുക്കുക. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ചോറ് നന്നായിട്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെ മുകൾ ഭാഗം നമ്മൾ ആദ്യമായിട്ട് കോരിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അതാ ഞാനങ്ങനെ മുഴുവനായിട്ടും മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിഭാഗെത്തിയിട്ടുണ്ട്. ബീഫിൻ്റെ മുകളിലുള്ള റൈസാണ് ഈ കാണുന്നത്. നമ്മൾ ചോറ് ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ബീഫ് ചോറിന് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വെള്ളത്തിൽ ഊറ്റിയെടുത്തിട്ട് വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ വെള്ളത്തിൽ 1 മണിക്കൂർ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ബിരിയാണി റൈസ് ആദ്യം വെച്ചിട്ട് ഇങ്ങനെ ദമ്മിട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ. എന്തായാലും ഇതുവരെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 100% ഞാൻ ഗ്യാരണ്ടിയാണ്. നമ്മുടെ റൈസ് കണ്ടില്ലേ, തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.